ഹലോ ഓൾ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഈ തവണത്തെ ഞങ്ങളുടെ കുറച്ച് ഓണവിശേഷങ്ങളാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. ഒരു 3 ദിവസങ്ങളിലായിട്ടുള്ള ഞങ്ങളുടെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ തവണ ഓണം 2 ദിവസവും വീക്ക് ഡേയ്സിലായതുകൊണ്ട് തന്നെ, വ്യാഴവും വെള്ളി ആയതുകൊണ്ട് തന്നെ മിക്കയിടങ്ങളിലും ഓണം പ്രോഗ്രാമുകൾ സംഘടിപ്പിച്ചിരുന്നത് അതിൻ്റെ തൊട്ട് മുന്നത്തെ സൺഡേ ആയിരുന്നു. ഞങ്ങളുടെ നാട്ടിലുള്ള ഒരു ക്ലബ്ബ് അവരുടെ ഫ്ലവർ കാർപ്പറ്റ് കോമ്പറ്റീഷൻ നടത്താൻ തീരുമാനിച്ചിരുന്നതും ആ സൺഡേ ആയിരുന്നു. ഞങ്ങളും മത്സരിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെ വലിയ പൂക്കളം ഇടുന്നതുകൊണ്ടും പിന്നെ ഹസ്ബൻഡിൻ്റെ ചേച്ചിയും കുട്ടികളും ഒക്കെ വീട്ടിലുള്ളത് കൊണ്ടൊക്കെ തന്നെ ഞങ്ങളുടെ ഒരു ഒഫീഷ്യൽ ഓണാഘോഷം അന്നായിരുന്നു നടന്നത് എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ഇതാ രാവിലെ തന്നെ എഴുന്നേറ്റ് എല്ലാവരും കൂടെ തകൃതിയായിട്ട് പൂക്കളം ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വീഡിയോ എടുപ്പൊക്കെ നിർത്തി ഞാനും അതിൻ്റെ കൂടെ ജോയിൻ ചെയ്തു. ഞങ്ങൾ എല്ലാവരും കൂടെ വന്ന് ജോയിൻ ചെയ്ത് എല്ലാം കൂടെ ഇതാ ഔട്ട്പുട്ട് ഇങ്ങനെയാക്കി. ചാണകം ഉപയോഗിച്ച് ഉണ്ടാക്കിയ തറയിൽ കുടയൊക്കെ കുത്തി ട്രഡീഷണൽ ആയിട്ടുള്ള രീതിയിൽ മറ്റൊരു പൂക്കളം അച്ഛനും അമ്മയും കൂടെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. അതും ഇവിടെ സീരിയസ് ആയിട്ട് ഏതോ ഒരു ഗെയിം സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇത്രയും വലിയൊരു പൂക്കളൊക്കെ ഇട്ട സ്ഥിതിക്ക് ഫുഡിൻ്റെ കാര്യത്തിലും കുറവൊന്നും വരണ്ടെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരു ചെറിയൊരു ബിരിയാണി വെക്കാനുള്ള പ്ലാനാണ് ഞങ്ങൾ ഇട്ടത്. ചേച്ചിയുടെ മേൽനോട്ടത്തിലാണ് എല്ലാം നടക്കുന്നത്. എൻ്റെ നാത്തൂൻ ചെറിയൊരു ബിരിയാണി സ്പെഷ്യലിസ്റ്റ് ആണെന്ന് വേണേൽ പറയാം. അതിനാവശ്യമായിട്ടുള്ള കുറച്ച് പച്ചക്കറികളൊക്കെ അരിഞ്ഞിട്ട് കൊടുത്ത് ഞാനിതേ നേരെ പോയി കുളിച്ചു വന്നു. വിപിനേട്ടൻ്റെ മരിച്ചുപോയ അച്ഛമ്മയുടെ ഉപയോഗിക്കാത്തൊരു സെറ്റും മുണ്ടുമാണിത്. ഇതെനിക്ക് അമ്മ എടുത്തു തന്നതാണ്. ട്രഡീഷണലായിട്ട് ഇന്നൊന്നും ഇടാനില്ലെന്ന് പറഞ്ഞപ്പോൾ അമ്മ തന്നതാണ്. പിന്നെ ഇതാ വിപിനേട്ടന് ഈ ഒരു മുണ്ടാണ് കൊടുക്കുന്നത്. ഞങ്ങൾ ചെറിയൊരു ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടെ ഞാനിതാ എൻ്റെ ഈ ഒരു ബ്ലാക്ക് ബ്ലൗസാണ് പെയർ ചെയ്യുന്നത്. ഫുഡൊക്കെ കഴിച്ച് അതിനുശേഷം ഒരുങ്ങുകയൊക്കെ ചെയ്ത് ഞങ്ങൾ കുറച്ച് ഫോട്ടോസ് ഇതാ എടുത്തു. ചേച്ചിയുടെ മോള് സനോവ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അന്നത്തെ ഞങ്ങളുടെ ഒരു ഓണാഘോഷം കഴിഞ്ഞു എന്ന് വേണേൽ പറയാം. അടുത്തത് ഉത്രാടത്തിൻ്റെ അന്നുള്ള വീഡിയോ ആണ് ഞാൻ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. എൻ്റെ വീട്ടിലായിരുന്നു അന്നത്തെ സെലിബ്രേഷൻ. വിപിനേട്ടൻ്റെ വീട്ടിലുള്ള എല്ലാവരും എൻ്റെ വീട്ടിലേക്ക് വന്ന് അങ്ങനെയൊക്കെയായിരുന്നു ഞങ്ങൾ അന്ന് സെലിബ്രേറ്റ് ചെയ്തത്. രാവിലെ തന്നെ അമ്മച്ചൻ ഇതാ പൂവൊക്കെ ഉതിർത്തിട്ടിട്ടുണ്ട്. ഇനിയിപ്പം ഞാനത് പൂക്കളായിട്ട് ഇട്ടാൽ മാത്രം മതി. ഇന്ന് ഇവിടെയും ബിരിയാണി തന്നെയാണ്. സാധാരണ ഞങ്ങൾ തിരുവോണ ദിവസമാണ് സദ്യ ഉണ്ടാക്കാറ്. അതിൻ്റെ മുന്നേ ഇതാ അമ്മ എനിക്കൊരു പണി തന്നിട്ടുണ്ട്, ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുക എന്നുള്ളത്. പത്തിരി പൊരിച്ചതാണ്. ആ പണിയൊക്കെ തീർത്തതിന് ശേഷം പിന്നെ നേരെ പൂക്കളം ഇടാൻ പോയി. കുറച്ച് സമയം അതിനെടുത്തു. അതിനുശേഷം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് റെഡിയായി ഒരുങ്ങി വരുമ്പോഴത്തേക്കും വിപിനേട്ടൻ്റെ വീട്ടിൽ നിന്ന് എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു. എങ്ങനെ ഉണ്ടമ്മ ബിരിയാണി? സൂപ്പർ. സ്വന്തം ഉണ്ടാക്കിയാണ് സ്വന്തം തന്നെ പുകഴ്ത്തുന്നോ നിൽക്കുന്നല്ലേ? നന്ദു അവൻ പണിയെടുക്കുന്നുണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയോ ചെയ്യുന്നതാണ്. എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. വിപിനേട്ടൻ്റെ അമ്മയ്ക്കൊരു വടംവലി മത്സരത്തിൽ പങ്കെടുക്കാനുള്ളത് കൊണ്ട് തന്നെ കൂടുതൽ നേരം അവിടെ നിൽക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ കീഴരിയൂർ എത്തി. ഈവനിങ് ആയപ്പോൾ എൻ്റെ ഫ്രണ്ട് പ്രിയും ഹസ്ബൻഡും ബേബിയും വന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ കല്യാണത്തിൻ്റെ അന്ന് മീറ്റ് ചെയ്തു എന്നല്ലാതെ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ഹസ്ബൻഡ്സ് അൺഒഫീഷ്യലായിട്ട് മീറ്റ് ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ ഉത്രാട വിശേഷങ്ങളൊക്കെ കഴിഞ്ഞ് ഇതാ തിരുവോണമായിട്ടുണ്ട്. ഇന്ന് എൻ്റെ വീട്ടിൽ നിന്ന് അച്ഛൻ, അമ്മ, അമ്മച്ചൻ, അമ്മമ്മ, നന്ദു ഒക്കെ ഇതാ ഇങ്ങോട്ടേക്ക് വരികയാണ്. സദ്യ ആയിരുന്നു ഞങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അമ്മ തന്നെയാണ് മെയിനായിട്ടുള്ള കുക്ക്. ഞങ്ങളിങ്ങനെ സൈഡായിട്ട് എന്തെങ്കിലുമൊക്കെ അരിഞ്ഞു കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുള്ളൂ. അച്ഛൻ ഇതാ ഇവിടെ ചിക്കൻ പൊരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ നമ്മുടെ ലാസ്റ്റ് ഐറ്റവും കൂടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് കണ്ടിട്ട് അമ്മ ഒരു സജഷൻ പറഞ്ഞു, നമുക്ക് എല്ലാ ഐറ്റംസും കൂടെ ഒരു ടേബിളിൻ്റെ മുകളിൽ നിരത്തി വെച്ച് ഓരോ ഐറ്റംസിൻ്റെ പേരൊക്കെ ആയിട്ട് പറഞ്ഞ് അങ്ങനെ എടുത്തുകൂടെ എന്നുള്ളത്. അപ്പം അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇനിയിപ്പം വേണ്ടി വരില്ല.
കോഴിക്കള്ളൻ വിപിൻ. അപ്പോഴേക്കും അച്ഛനും അമ്മയൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. നല്ല കോമഡി ആയിരുന്നു. നന്ദു നേരെ കാറ് പൂക്കളത്തിന്റെ മുകളിൽ കൂടി അങ്ങ് കയറ്റി. കയറ്റം കയറി വരുന്നത് കൊണ്ട് പൂക്കളം അവൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അയ്യോ, ഞാൻ വിചാരിച്ച നീ കണ്ടിട്ടുണ്ടാവുന്ന. അങ്ങോട്ടെടുത്തോ കിട്ടൂ മെല്ലനെ എടുത്തോ. അല്ലാണ്ടോ ഇനി നമുക്ക് സദ്യയുടെ ഐറ്റംസ് നോക്കാം. സാമ്പാർ, വറുത്തുപ്പേരി, ശർക്കര ഉപ്പേരി, അച്ചാർ, പുളിയിഞ്ചി, ചോറ്, അവിയൽ, കൂട്ടുകറി, ഉപ്പേരി, കാളൻ, ചിക്കൻ പൊരിച്ചത് സദ്യയിലൈറ്റമല്ല, പച്ചടി, പപ്പടം, വെള്ളം, രസം, പായസം, ചെറുപയർ പ്രഥമൻ. എല്ലാവരും ഇത് ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. വീട്ടിൻ്റെ അടുത്തുള്ള വിപിനേട്ടൻ്റെ ഫ്രണ്ടും വൈഫും വന്നിട്ടുണ്ടായിരുന്നു. ഇതാണ് ആള് മൂസി. ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഇതാ ഇവരൊക്കെ സിറ്റ് ഔട്ടിൽ ഇരുന്നിട്ട് ഇങ്ങനെ വിശേഷങ്ങൾ പറയുകയാണ്. അങ്ങനെ കുറച്ച് സംസാരിച്ചൊക്കെ ഇരുന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ ഇറങ്ങി. അവർ പോയതിന് ശേഷം ഞങ്ങൾക്ക് വീട്ടിനടുത്തായിട്ടൊരു ചെറിയൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. പ്രോഗ്രാം എന്നൊന്നും പറയാൻ പറ്റുമോ എന്നറിയില്ല. ആക്ച്വലി വലിയ ക്യാൻവാസിൽ നടത്തിക്കൊണ്ടിരുന്ന ഒരു പ്രോഗ്രാമാണ്. എന്തുകൊണ്ടോ ഇത്തവണ അതിന് പറ്റിയില്ല. അതിൻ്റെ സങ്കടം എല്ലാവർക്കും ഉണ്ടായിരുന്നു. അങ്ങനെയാണ് എല്ലാവരും കൂടെ തീരുമാനിച്ചത്. എല്ലാവർക്കും കൂടെ ഒന്ന് ഒത്തുകൂടി ചെറിയ രീതിയിലൊരു പ്രോഗ്രാം നടത്താമെന്നുള്ളത്. അങ്ങനെ ഇതോടുകൂടെ നമ്മുടെ ഇത്തവണത്തെ ഓണം ഇവിടെ അവസാനിക്കുകയാണ്. എൻ്റെ ഈ ഒരു വീഡിയോയും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. താങ്ക് യു.